പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 43 വേർഡ്സ് 18 and 19. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നലകളെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. അതിനപ്പുറത്ത് ദൈവം ചില പുതിയത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ രാവിലെ സമയത്ത് ചെയ്യാൻ പോവുകയാണ്. ഒന്നുമില്ലാത്ത ശൂന്യതയുടെ നടുവിലായിരിക്കാം നിങ്ങളുള്ളത്. സകലതും അസ്തമിച്ചു പോയിരിക്കാം, സകലതും നഷ്ടമായി പോയിരിക്കാം. അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഈ തിരുവചനത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു. അതിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.